ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എങ്ങനെയാണ് പരിപാടി UDF പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആരൊക്കെയാണ് പ്രധാനമായും പങ്കെടുക്കുന്നത്? ധന്യ, കാവാലം ശ്രീകുമാറിന്റെ പ്രാർത്ഥനാ ഗീതത്തോടെയാണ് ഈ ബഹുസ്വരത സംഗമത്തിന് തുടക്കമാകുന്നത്. കാവാലം ശ്രീകുമാർ ഇപ്പോൾ പ്രാർത്ഥനാ ഗീതം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പ്രമുഖ നേതാക്കൾ, ഒപ്പം തന്നെ മത സാമുദായിക രാഷ്ട്രീയ രംഗത്തെ മറ്റ് പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഒക്കെ ഈ ബഹുസ്വരത സംഗമത്തിന്റെ ഭാഗമാകുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, പാളയം ഇമാം VP സുഹൈബ് മൗലവി അടക്കം ഒരു കൃത്യമായ ഒരു ഈ ഏക സിവിൽ കോഡിനെ കൃത്യമായി ആദ്യഘട്ടം മുതൽ തന്നെ എതിർത്തിരുന്ന സാമുദായിക സംഘടനകളുടെ എല്ലാം പ്രതിനിധികളെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ UDFന് കഴിയുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി എടുത്ത് പറയേണ്ടി വരിക. എന്തായാലും 2 മണിക്കൂർ നീളുന്ന ബഹുസ്വരത സംഗമം, അതായത് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരിക്കും ഈ സംഗമം അവസാനിക്കുക. പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ സംഗമത്തിൽ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള നേതാക്കൾ അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഈ സംഗമം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഇതൊരു കൃത്യമായ, അതായത് ഏകീകൃത സിവിൽ കോഡിനെതിരായ അല്ലെങ്കിൽ മണിപ്പൂരിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾക്കൊക്കെ എതിരായ ഒരു സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രതിഷേധ പ്രകടനമായി തന്നെ മാറുന്ന വിധത്തിലാണ് ഈ ബഹുസ്വരത സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് നേതാക്കളുടെയും മറ്റ് മതമേലധ്യക്ഷന്മാരുടെയും ഒക്കെ സാന്നിധ്യം ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഈ മലങ്കര സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വികാരി ജനറൽ മാർ വർക്കി ആറ്റുപുറത്തിൽ അടക്കം അത്തരത്തിൽ ഈ മതസംഘടന അടക്കം പ്രതിനിധികൾ ഈ യോഗത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അവരെന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും ഈ സംഗമത്തിൽ വ്യക്തമാക്കുക എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രതിഷേധ സംഗമം, അതിന് കൃത്യമായി ഒരു കുടക്കീഴിൽ എല്ലാവരെയും അണിനിരത്താൻ കഴിയുന്നുവെന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അല്പസമയത്തിനകം പ്രമുഖ നേതാക്കളെല്ലാം ഈ ബഹുസ്വരത സംഗമത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങും. ധന്യ. നന്ദി.